ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഏറ്റവും അനുഗ്രഹമായിട്ട് ഈ വർഷമൊക്കെ ഈസ്റ്ററൊക്കെ ആഘോഷിച്ചു. നമ്മളിപ്പോൾ ഈ ദിവസങ്ങളൊക്കെ പ്രത്യേകിച്ച് കരുണക്കൊന്തയൊക്കെ ചൊല്ലി, കരുണയുടെ നൊവേനയൊക്കെ ചൊല്ലി, വലിയ തിരുനാളിനും കൂടെ, കരുണയുടെ തിരുനാളിന് ഏപ്രിൽ 12-ാം തീയതിക്ക് വേണ്ടിയൊക്കെ ഒരുങ്ങുകയാണ്. ഈ ഈസ്റ്ററിൻ്റെ ദിവസങ്ങളിലൊക്കെ പ്രത്യേകിച്ച് കുരിശിൻ്റെ വഴിയുടെ ധ്യാനങ്ങളിലൊക്കെ നമ്മൾ ചിന്തിച്ച പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളാണല്ലോ. തീർച്ചയായിട്ടും നമ്മൾ ഈശോയെയും മാതാവിനെയൊക്കെ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തോട് ഒത്തിരി ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിത്വമല്ലേ നമ്മുടെ പ്രിയപ്പെട്ട യോഹന്നാൻ സ്ലിഹ. ഈശോയുടെ നെഞ്ചോട് ഇങ്ങനെ ചേർന്നിരിക്കുന്ന യോഹന്നാൻ. എനിക്ക് എപ്പോഴും ഇങ്ങനെ യോഹന്നാനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എപ്പോഴും വരുന്നൊരു കാര്യമാണ്. അതായത് ഈശോ ഒത്തിരിയധികം സ്നേഹിച്ച, ഈശോയെ ഒത്തിരിയധികം സ്നേഹിച്ച യോഹന്നാൻ ഇങ്ങനെ ഈശോ ഈ ഒരു പെസഹ രാത്രിയിൽ ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ, നാളെ കുരിശിൻ്റെ വഴി, ഇതൊക്കെ ഈശോയ്ക്ക് സംഭവിക്കാൻ പോവാണ്. അപ്പോൾ യോഹന്നാൻ ചെയ്തൊരു കാര്യം നോക്കിയേ, ഇങ്ങനെ ഈശോയുടെ നെഞ്ചോട് ഇങ്ങനെ ചേർന്നിരുന്നു. നമ്മളിത് ഒത്തിരി ഇങ്ങനെ ആ ഒരു പിക്ചർ നമ്മുടെ മനസ്സിലുള്ളതാണ്. ഇപ്പം എനിക്കിങ്ങനെ ഇങ്ങനെ തോന്നുക, ഇപ്പം നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾ എപ്പോഴും നമുക്ക് ഓർക്കുന്നുണ്ട്, നമ്മുടെ കൺമുമ്പിൽ ചിലപ്പോൾ ഇങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ടവർ ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നു, അവരൊത്തിരി വേദനിക്കുന്നു, ടെൻഷൻ അടിക്കുന്നു, നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലാത്ത ചില സാഹചര്യങ്ങളില്ലേ. ഒരുപക്ഷെ നിങ്ങളുടെ കുഞ്ഞ് ഒരു രോഗത്തോട് മല്ലടിക്കായിരിക്കാം, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളുടെ പേരൻസ് ഭയങ്കര ടെൻഷനിലായിരിക്കാം, നിങ്ങൾക്കൊന്നും ഒരു സഹായം ചെയ്യാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥ. ഒരാൾ ഒരു വലിയ കടക്കെണിയിലാണ്, ഒന്നും ചെയ്യാൻ, നിങ്ങൾക്ക് സഹായമൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ വരുന്നില്ലേ. നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഇങ്ങനെയാണോ എനിക്ക് തോന്നുന്നത്, അവരോടൊന്ന് ചേർന്നിരിക്കുക. നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണത്. അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, പ്രത്യേകിച്ച് ഈ ഒരു കരുണയുടെ തിരുനാളിന് വേണ്ടിയൊക്കെ നമ്മൾ ഒരുങ്ങുമ്പോൾ, ഈശോ നമ്മിലേക്ക് ചൊരിഞ്ഞ കരുണ പോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്ക് നമുക്ക് ഒരു സ്നേഹവും കാരുണ്യമൊക്കെ ചൊരിയാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം, അവരുടെ വലിയ പ്രതിസന്ധികളിൽ, അവരുടെ സങ്കടങ്ങളിൽ, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ വന്നാൽ പോലും അവരോടൊന്ന് ചേർന്നിരിക്കുക. യോഹന്നാൻ്റെ ഈ ഒരു പിക്ചർ നമ്മുടെ മനസ്സിൽ വരുമ്പോൾ, അന്ത്യത്താഴവേളയുടെ ആ ഒരു സീൻ നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ച ഈ ഒരു വലിയൊരു കാര്യം നമ്മുടെ മനസ്സിലേക്ക് വരുമെന്നാണ് തോന്നുന്നത്. നമുക്കൊന്ന് ചേർന്നിരിക്കാം നെഞ്ചോടെ. ഇപ്പം പലപ്പോഴും ഉറക്കം കിട്ടാത്ത രാത്രികളൊക്കെ വരുന്നത് ഇങ്ങനെ ആരും അങ്ങനെ ചേർന്ന് നിൽക്കാൻ ഇല്ലാത്തത് കൊണ്ടല്ലേ. നമ്മുടെ പ്രതിസന്ധികൾ, വേദനകളിൽ അങ്ങനെയൊന്ന് കൂട്ടു നിൽക്കാൻ ഒരാളില്ല, സഹായിക്കാൻ ഒരാളില്ല എന്നൊക്കെ ഒരു വിഷമം വരുമ്പോഴല്ലേ പലപ്പോഴും നമ്മുടെ ഉറക്കമൊക്കെ പോകുന്നത്. അങ്ങനെ ഉറക്കം പോകുന്ന കുറേ പേർക്ക് അറ്റ്ലീസ്റ്റ് ഒരാൾക്കെങ്കിലും നമുക്ക് യോഹന്നാനെ പോലെ ആയിത്തീർന്ന് അവരോടൊന്ന് ചേർന്നിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് പരിശ്രമിക്കാം. നമ്മൾ അങ്ങനെ ഒന്ന് ചേർന്നിരിക്കാൻ വേണ്ടി നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു എഫേർട്ട് ഇടുമ്പോൾ, നമ്മുടെ സങ്കടങ്ങളിൽ ഈശോ നമ്മളോടും ചേർന്നിരിക്കും. ഈശോയോട് ചേർന്നിരിക്കാൻ ഈശോയുടെ നെഞ്ച് ഈശോ തുറന്നും വെക്കും. യോഹന്നാൻ നമ്മളെ പഠിപ്പിച്ചു തരുന്നൊരു കാര്യമാണ്, എപ്പോഴും ഈശോയുടെ നെഞ്ച്, ഈശോയുടെ ആ ഒരു പാർശ്വം നമുക്ക് വേണ്ടി തുറന്നിരിക്കുകയാണ്, വന്ന് ഇങ്ങോട്ട് ചാരുന്നു. കാരണം നമ്മളെപ്പോഴും പ്രതീക്ഷിക്കുന്നത് പോലെ നമുക്ക് പോയി ചാരിക്കിടക്കാനോ നമുക്കൊന്ന് പോയി ആശ്വാസമാകാനോ നെഞ്ചുകൾ ഉണ്ടാവില്ല, തോളുകൾ ഉണ്ടാവില്ല, ചേർത്ത് പിടിക്കാൻ കൈ ഉണ്ടാവില്ല. പക്ഷേ ഈശോയുടെ നെഞ്ച് അവിടെ ഉണ്ടാവും. സ്നേഹം കൊണ്ട് ഇങ്ങനെ ആർഭാടം കാണിക്കുന്ന ഈശോ ഇനി പോരേന്നും പറഞ്ഞ് നമ്മളെ വിളിക്കുന്നുണ്ട്. ഇന്ന് രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ, നമ്മൾ ഈ ഗുഡ് നൈറ്റ് ടോക്കൊക്കെ തുടങ്ങിയ സമയങ്ങളിൽ ജനുവരി മാസത്തിൽ നിങ്ങൾ ഓർക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞ് ഈശോയുടെ മടിയിൽ കിടന്നുറങ്ങണമെന്ന്. ഈശോയുടെ മടിയിൽ കിടന്നുറങ്ങുക മാത്രമല്ല, ഇന്ന് ഉറക്കം കിട്ടാത്തൊരു സമയങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നെങ്കിൽ ഈശോയുടെ നെഞ്ചോടൊന്ന് ചാരിയിരിക്കുക. അത് നമുക്കൊരു ഉറക്കം കിട്ടാൻ വേണ്ടി മാത്രമല്ല, ഒരു ആശ്വാസത്തിന് വേണ്ടി, ഒരു ബലത്തിന് വേണ്ടിയൊക്കെ നമുക്കുള്ള ഏറ്റവും നമുക്ക് സൈഡ് പിടിക്കുന്ന ഒരു സൈഡ് ഈശോയുടെ ആ ഒരു പാർശ്വം മാത്രമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കിപ്പോൾ ഒരു ഫിസിക്കലി ഈശോയുടെ പ്രസൻസ് ഒന്നും ഫീൽ ചെയ്യുന്നുണ്ടാവില്ല. വിശുദ്ധ കുർബാനയെ നമ്മൾ ഈശോയെ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ഒരു 1-to-1 കോൺവെർസേഷൻ നടത്തുന്ന പോലെ ഈശോ ഇപ്പോൾ നമ്മുടെ തൊട്ട് മുമ്പിൽ ഇങ്ങനെ നേരിട്ടിങ്ങനെ കണ്ട് നിന്ന് സംസാരിക്കാനൊന്നും നമുക്ക് പറ്റുന്നുണ്ടാവില്ല. പക്ഷേ വിശുദ്ധരൊക്കെ പറയുന്ന, പ്രത്യേകിച്ച് മരുഭൂമിയിലെ വിശുദ്ധരൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, ഇഫ് യു ലീൻ ഓൺ ടു ദ വേർഡ് ഓഫ് ഗോഡ്, യു ആർ ലീനിങ് ഓൺ ടു ദ ചെസ്റ്റ് ഓഫ് ക്രൈസ്റ്റ്. നിങ്ങൾ ഈശോയുടെ വചനത്തെ ചാരി നിന്നാൽ നിങ്ങൾ ഈശോയുടെ നെഞ്ചോട് ചാരി നിൽക്കുകയാണെന്ന്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അർത്ഥം പിടികിട്ടുന്നുണ്ടോ? നമുക്കിപ്പോൾ ഈശോയെ ഇങ്ങനെ ഒരു കൂട്ടുകാരനെ പോലെ ഒരു ഫിസിക്കൽ പ്രസൻസ് ആയിട്ട് കൺമുമ്പിൽ കാണാൻ പറ്റുന്നില്ലെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഈശോയുടെ വചനത്തെ ചാരി നിൽക്കുക, ഈശോയുടെ വിശുദ്ധ ഗ്രന്ഥത്തെ, ഈശോയുടെ വാക്കുകളെ ചാരി നിൽക്കുക, അതിനെ മുറുകെ പിടിക്കുക. ഈശോയുടെ നെഞ്ചോട് ചാരുന്നതിന്, ചേർന്ന് നിൽക്കുന്നതിനെ പോലെയാണ്, അതേ ഒരു അനുഭവമാണ് നമ്മൾ വചനത്തോട് ചാരി നിന്നാൽ, ചേർന്ന് നിന്നാൽ കിട്ടുന്നതെന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യോഹന്നാനെ പോലെ ഈശോയുടെ നെഞ്ചോട് ചേർന്നിരിക്കാം. അതിനുള്ള ഏറ്റവും നല്ല വഴി ഈശോയുടെ വചനത്തെ ചാരി നിൽക്കുക എന്നുള്ളതാണ്. ഇന്ന് രാത്രി ശാന്തമായിട്ട് കിടന്നുറങ്ങാൻ ഈശോ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വചനം നിങ്ങൾക്ക് താങ്ങായി, ഒരു തണലായി, ചാരി നിൽക്കാൻ ഒരു സ്ട്രോങ് നെഞ്ചായിട്ട് കൂടെ ഉണ്ടാവട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.